ലൈംഗിക ആരോപണത്തിൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പൊതുരംഗത്ത് സജീവമാകാൻ മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ്. ആരോപണമുയർന്ന 38 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ പാലക്കാട് എത്തിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് നോക്കി വരാം. അങ്ങനെ പ്രതിഷേധമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് MLA ഓഫീസിന് വലിയ സുരക്ഷ ശക്തമാക്കിയെങ്കിലും റോഡ് ഉപരോധിക്കുകയാണ് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ഓഗസ്റ്റ് 17-ന് ആ മണ്ഡലത്തിൽ നിന്നും പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ എത്തുകയാണ് മണ്ഡലത്തിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന സവിശേഷമായ സാഹചര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ടതില്ല. പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നാമ്പുറങ്ങൾ എന്താണ് ഈ സംഭവത്തിൻ്റെ എന്ന് വളരെ വിശദമായി ആഴത്തിൽ നമ്മൾ ഓരോ ദിവസവും പരിശോധിച്ചുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഒരു സാഹചര്യം കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ പാലക്കാടുകാരായിട്ടുള്ള പാലക്കാടൻ മണ്ണിൻ്റെ ഗന്ധവും ഓജസ്സും തേജസ്സും ഒക്കെ തന്നെ നന്നായി അറിയാവുന്ന അടിവേരൊക്കെ അവിടെയുള്ള പാലക്കാടുള്ള രണ്ട് ജേർണലിസ്റ്റുകളെ തന്നെ നമുക്ക് ഡെസ്കിൽ നിന്ന് വിളിക്കാം. ഡോക്ടർ പ്രസാദ് പാലക്കാട് ഒരുപാട് വർഷം പത്രപ്രവർത്തനം നടത്തുകയും ജേർണലിസം നടത്തുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. മാത്രമല്ല സ്വന്തം പാലക്കാട് എവിടെയാണ്, നാട് എവിടെയാണ്? കൊല്ലങ്കോട് മുതലമടക്കാരനാണ്. ഒപ്പം അശ്വജിത്ത്, നിങ്ങളുടെ ഡെസ്കിലെ ജേർണലിസ്റ്റ് അശ്വജിത്ത് പാലക്കാട് ഏത് മേഖല? കുഴൽമന്ദം. അപ്പോൾ ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായ ഒരു ദിവസമാണിന്ന്. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ടെലിവിഷൻ തുറക്കുമ്പോൾ അശ്വജിത്ത് കാണുന്ന കാഴ്ച ഒരു അപ്രതീക്ഷിത ഒരു എൻട്രിയാണ് അല്ലേ രാഹുലിന്റെ? ആ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്ത ശരി, ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു അൺടൈംലി എൻട്രി എന്ന് പറയാമോ ഡോക്ടർ പ്രസാദ്? അല്ല, കുറെ കാലമായി കാത്തിരിക്കുകയാണല്ലോ രാഹുൽ. 38 ദിവസമായിട്ട് പാലക്കാട് ഇല്ല മണ്ഡലത്തിൽ. രാഹുലിന് വന്നേ പറ്റൂ. എന്തൊക്കെ പ്രതിഷേധം പറഞ്ഞാലും MLA നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയേ പറ്റൂ. രാഹുൽ നല്ല ഒരു എൻട്രി നല്ലതായിട്ടുണ്ട്. പാർട്ടി പരിപാടിയല്ല, മരണ വീട്ടിലേക്കാണ് പോയത്. ആരും അറിയിച്ചില്ല. MLAയുടെ വണ്ടിയല്ല. നേരത്തെയൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച നേതാക്കന്മാരില്ല. BJPയും CPM ഒക്കെ ഈ പിന്തുണ പ്രഖ്യാപിച്ച നേതാക്കന്മാരുടെ വഴിയെ പോയിട്ടുണ്ടാവും. അവർ വഴി വരുമോ, അങ്ങനെയുള്ള അവരുണ്ടാകുമോ നോക്കിയിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും അല്ലാതെ വേറെ പുതിയ രാഹുലിന്റെ സന്തത സഹചാരി അല്ലാത്ത വേറെ ചില ആൾക്കാരുമായിട്ട് രാഹുൽ എത്തി. അല്ല, എനിക്ക് തോന്നുന്നു ഡോക്ടർ പ്രസാദ്, അതായത് നമ്മളിപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തിലേക്ക് വരുമ്പോൾ എല്ലാം ഓരോ ടെസ്റ്റ് ഡോസ് ആണോ എന്ന് തോന്നും. കാരണം കുറച്ച് നാൾ ഈ വിവാദത്തിന് ശേഷം രാഹുലിനെ കാണാനില്ല. അപ്പോൾ ഇതൊക്കെ മാധ്യമങ്ങളിലേക്ക് രാഹുൽ വരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. പിന്നീട് തൊട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താണ്, പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. പിന്നീട് വലിയ പ്രതിഷേധങ്ങൾ കഴിയുമ്പോൾ നിയമസഭയിലേക്ക് വരുന്നു, നിയമസഭയിൽ വന്നു പോകുന്നു. പിന്നീട് ഇപ്പോൾ എന്താണ്, അപ്രതീക്ഷിതമായിട്ട് പാലക്കാടേക്ക് എൻട്രി. അപ്പോൾ ഈ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഇത് തേഞ്ഞു മാഞ്ഞങ്ങ് പോകും കാര്യങ്ങളെന്ന് രാഹുൽ വിശ്വസിക്കുന്നുണ്ടോ? ഏറെക്കുറെ അതിനുള്ളൊരു പദ്ധതിയും അതിൻ്റെ എക്സിക്യൂഷനുമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നതെന്നാണ് ഇത് ദൃശ്യങ്ങളും ആ സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇന്നത്തെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ സത്യത്തിൽ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ VD സതീശൻ പറയുന്നത് പോലെ അല്ല ഇന്ന് നമ്മൾ പാലക്കാട്ട് കണ്ട ദൃശ്യങ്ങൾ. DCC അധ്യക്ഷൻ, ബെന്നി ബെഹനാൻ MP, മറ്റ് പ്രാദേശിക നേതാക്കൾ എല്ലാവരും രാഹുലിനെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ മാതൃഭൂമി ന്യൂസ് ആദ്യം പുറത്തു. അങ്ങനെ ഉണ്ടെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ചൊരു വല്ലാത്ത ഒരു ഗതികേടിന്റെ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു പടുകുഴിയിലേക്ക് കോൺഗ്രസ് വീണു എന്ന് പറയേണ്ടി വരില്ല. കാരണം എന്താണ്, പാർട്ടിയിലുണ്ടോ? പാർട്ടിയിലില്ല. ആ MLAക്ക് സംസ്ഥാന പ്രതിപക്ഷ നേതാവിന്റെ, പാർലമെന്ററി പാർട്ടി നേതാവിന്റെ പിന്തുണയുണ്ടോ? ഇല്ല. DCC അധ്യക്ഷൻ തങ്കപ്പൻ ചേട്ടൻ, താങ്കളുടെ ബന്ധുവാണെന്ന് തോന്നുന്നു, തങ്കപ്പൻ ചേട്ടന്റെ ബന്ധു, അദ്ദേഹത്തിന്റെ പിന്തുണ അമ്മാവന്റെ പിന്തുണ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടോ? അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? അതായത് ഉണ്ടോ, ഉണ്ട്, ഇല്ല. അപ്പോൾ ഉണ്ടില്ല എന്ന് പറയേണ്ടി വരുമോ അച്യുത്? അല്ല, ഏറെക്കുറെ ഈ പ്രതീഷ് പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഇതിലൊരു കൃത്യമായ നിലപാട് പാർട്ടി സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കുമ്പോൾ പോലും അങ്ങനെയല്ല ഈ പിക്ചറിൽ ഗ്രൗണ്ടിൽ കാണുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലാണ് സന്ദർശിച്ചത്. അവിടെ അദ്ദേഹത്തോടൊപ്പം ജില്ലയിലെ ഒരു KSU നേതാവും യൂത്ത് കോൺഗ്രസ് നേതാവും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു സസ്പെൻഷനിലുള്ള പാർട്ടി അംഗമല്ലാത്ത, നിലവിൽ അംഗമല്ലാത്ത MLA വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ആദ്യം അനുഗമിക്കുന്നത് നിലവിൽ കോൺഗ്രസിലും KSU ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എങ്ങനെ അന്തസ്സായിട്ട് ധൈര്യമായിട്ട് ഒരു
വീടിൽ കടന്നു വരാൻ അല്ലെങ്കിൽ ധൈര്യമായിട്ട് തല കുനിക്കാതെ രാഹുലിന് ആ ഒരു ഉളുപ്പ് ഇല്ല എന്ന് പറയാം. ഈ കൂടെ പോകുന്ന ആൾക്ക് ഒരു ഉളുപ്പുണ്ടാകുമല്ലോ. കാരണം നിങ്ങളുടെ എന്താണ് അവിടുത്തെ ഈ പ്രസാദ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിന്റെ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം ഏകദേശം സൂചനയും നൽകി. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്താണ് കോൺഗ്രസ് പാർട്ടി എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? പരമപ്രധാനമായിട്ടുള്ള അവരുടെ പ്രഖ്യാപിത നിലപാടുകളിൽ ഒന്നായിട്ടുള്ള സ്ത്രീ സുരക്ഷ ആണോ? അപ്പോൾ ആ സ്ത്രീ സുരക്ഷ മുൻനിർത്തി ഇങ്ങനെ ഞാൻ ചോദിച്ച സാങ്കേതികമായിട്ട് അശ്വത്ത് പറയും അവിടെ ഒരു തുണ്ട് കടലാസിലെ പരാതി ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പരാതിക്കാരി ഉണ്ടോ എന്നൊക്കെ പറയും. പക്ഷെ അവിടെ ഒരു ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ സാറേ. അതില്ലേ ചോദിച്ചു. അത് അങ്ങനെ ഉണ്ടെങ്കിൽ കോൺഗ്രസിന് എന്താ നിലപാട്? ഇന്നിപ്പോൾ അവിടുത്തെ ജില്ലാ അധ്യക്ഷനോട് DCC അധ്യക്ഷനോട് ചോദിക്കുകയാണ്, രാഹുൽ വന്നത് ഈ സമയോചിതമായിട്ടാണോ, അല്ലെങ്കിൽ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇപ്പോഴത്തെ സഭ നടക്കുന്ന ഒരു സമയമാണ്, ഒരുപാട് ഈ സർക്കാരിനെതിരെ ഒരുപാട് പ്രഖ്യാപിതമായിട്ടുള്ള സമരമുഖങ്ങൾ തുറക്കേണ്ട ഒരു സമയമാണ്. ഈ സമയത്ത് എല്ലാവരെയും അവഗണിച്ച് നേതൃത്വത്തേക്ക് വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ ഒരു എൻട്രി അത് ശരിയാണോ എന്ന് ജില്ലാ അധ്യക്ഷനോട് ചോദിച്ചാൽ എന്ത് പറയും? അല്ല, അതിലൊരു കൃത്യമായ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇനി സംസ്ഥാന നേതൃത്വം പറയും, അല്ലെങ്കിൽ അത് MLA അല്ല, അത്തരത്തിലുള്ള ഒഴിവ് കഴിവുകൾ ഉപേക്ഷിച്ചുകൊണ്ട് കൃത്യമായി അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് പിന്തുണ നൽകാം, അല്ലെങ്കിൽ രാഹുലിനോടൊപ്പം പോകാം, അതിൽ തെറ്റില്ല. ഒരു വശം അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഈ പൂർണ്ണമായും റെസ്ട്രിക്റ്റ് ചെയ്യണം, രാഹുലിൻ്റെതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം, കോൺഗ്രസിൻ്റെ പിന്തുണ ഇല്ല എന്ന് ഇതിൽ രണ്ടിലൊന്ന് കൃത്യമായി പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നത്തെ ദൃശ്യങ്ങൾ കൂടെ കണക്കിലെടുക്കുമ്പോൾ ഒരുപക്ഷെ അത് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഇനി കൂടുതൽ. ഡോക്ടർ പ്രസാദ്, അതായത് ഇന്നിപ്പോൾ രാഹുൽ അവിടേക്ക് വരികയാണ്, ഒരു മരണ വീട്ടിൽ അവിടെ ചെല്ലുകയും ചെയ്യുന്നു. ഇന്നൊരു തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു സിമ്പതിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് രാഹുലിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ രാഹുലിന് ഇപ്പോൾ ഒപ്പം നിൽക്കുന്ന ആളുകൾ മുൻകൂട്ടി കണ്ടു കാണില്ലേ? അങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ രാഹുലിന് ഒരു ഇരവാദം സൃഷ്ടിക്കപ്പെടാൻ കഴിയില്ല. കാരണം ഒരു തടഞ്ഞു നിർത്തി ആക്രോശിച്ചുകൊണ്ട് ഒരു MLA തടയുന്നു. എനിക്ക് തോന്നുന്നു CPM എടുത്ത ഒരു സ്റ്റാൻഡ് തടയില്ല എന്ന് പറയുന്നൊരു സ്റ്റാൻഡ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, എന്നെ സംബന്ധിച്ചോണം. പക്ഷേ BJP ഒക്കെ എടുത്ത് എന്താണ് വന്നു കഴിഞ്ഞാൽ MLA ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ തടഞ്ഞ് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയോ വലിയൊരു യുദ്ധക്കളം സൃഷ്ടിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ഇരവാദത്തിലേക്ക് അല്ലെങ്കിൽ പോകാനുള്ള രാഹുലിന് കുറച്ചുകൂടി ഒരു സിമ്പതി കിട്ടുന്ന ഒരു സാഹചര്യം ഒരുങ്ങും. അല്ല, അതുകൊണ്ടാണ് രാഹുൽ പാർട്ടി പരിപാടിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഔദ്യോഗിക പരിപാടി എടുക്കാതെ മരണ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ആരെയും അറിയിക്കാതെ വന്നു. അതുകൊണ്ട് തന്നെ BJP അറിഞ്ഞില്ല. BJPയുടെ ഓഫീസിനൊക്കെ തൊട്ടടുത്താണ് ഈ വീടൊക്കെ. അപ്പോൾ BJPക്കാരെ അറിഞ്ഞില്ല. അപ്പോൾ ഇന്നും പ്രശാന്ത് ശിവൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് ഔദ്യോഗിക പരിപാടിയിൽ വന്നാൽ തടയും, അതുപോലെ MLA ഓഫീസിലേക്ക് വന്നാൽ തടയും. അതുകൊണ്ട് വീണ്ടും അവർ MLA ഓഫീസ് രാഹുൽ ഇല്ല എന്ന് അറിഞ്ഞിട്ടും BJP MLA ഓഫീസിൽ ഒറ്റ കാര്യം കൂടെ നമുക്ക് അറിയാനുള്ളത്, അതാണ് ചോദിച്ചത്. ഇന്നിപ്പോൾ എന്താണ് പാലക്കാടിലേക്ക് മടിച്ചിരുന്ന നിയമസഭയിലേക്ക് പോയി, നിയമസഭയിൽ നിന്നാണ് പാലക്കാടേക്ക് വണ്ടി കയറി, പാലക്കാട് സ്വന്തം വാഹനത്തിലല്ല വന്ന് മറ്റൊരാളുടെ വാഹനത്തിൽ ബോർഡ് വെച്ച് വരുന്നു. ഇനി ഓരോ ദിവസം കഴിയും എന്താണ് ഇതിന്റെ തോത്, ഇതിന്റെ ഗ്രാവിറ്റി ഇങ്ങനെ ഇങ്ങനെ വരും, ആ പ്രതിഷേധത്തിന്റെ ചൂട് കുറയും, പിന്നെ സജീവമായ മണ്ഡലത്തിലേക്ക് വരാൻ കഴിയും. അങ്ങനെ ഇനിയും ഒരുപാട് സമയമുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവം. രാഷ്ട്രീയ പശ്ചാത്തലം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നേരത്തെ പറഞ്ഞ അശ്വത്തിനോട് പറഞ്ഞ ചോദ്യത്തിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ ചെറിയ തിരിച്ചടിയില്ല. പാലക്കാട് നഗരസഭ 2 വട്ടം BJP ഭരിക്കാണ്. BJP അതിൽ തളർന്നു കിടക്കുകയാണ്. അപ്പോഴാണ് BJPക്ക് കിട്ടിയ ഒരു ഊർജ്ജമാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ BJP ഇതിൽ കയറി വന്ന് ആ നേരത്തെ ഉണ്ടാക്കിയ അഡ്വാൻറ്റേജ് മൊത്തം BJP. തീർച്ചയായും അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. എന്തായാലും രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ പലതുമൊക്കെ മാറി മറിഞ്ഞ് വരാം, പല സംഭവങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും ഇടഞ്ഞു നിൽക്കുകയാണെന്ന് അറിയത്തില്ല, തങ്കപ്പൻ ചേട്ടൻ, പുള്ളിയും ഒരുപക്ഷെ ഇവരൊക്കെ നിലപാട് മാറ്റി പ്രവർത്തകരുടെ വികാരം ഒരുപക്ഷെ കണ്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത, അല്ലേ അശ്വത്? അത് എത്രയും പെട്ടെന്ന് അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് കോൺഗ്രസിന്റെ അത്യാവശ്യമാണ്.